നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ടൈം സ്റ്റോപ്പിൻ്റെ മേജറായിട്ടൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, കുറച്ച് ദിവസമായി വന്നിട്ട്. അപ്പോൾ ആ ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ്. മൊജൈക്ക് എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ചെയിൻ വരാൻ പോവാണ്. അപ്പോൾ അതിനെയൊക്കെ കുറിച്ചാണ്, പിന്നെ CTime അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളെ കുറിച്ചും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. എൻജോയ് ദിവസം നമുക്ക് വീഡിയോയിലായിട്ട് എടുക്കാം. അപ്പോൾ ഒഫീഷ്യലി ടൈം സ്റ്റോപ്പിൻ്റെ രജിസ്ട്രേഷൻ ക്ലോസ് ആയി. ഒക്ടോബർ 10 ഒഫീഷ്യലി ടൈം സ്റ്റോപ്പിൻ്റെ ന്യൂ രജിസ്ട്രേഷൻസ് ക്ലോസ് ആയി. അപ്പോൾ അതിൻ്റെ മൈനിങ് എന്ന് വെച്ചാൽ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഓൾറെഡി മൈൻ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഇനി ചെയ്യാൻ പറ്റുള്ളൂ. പുതിയ രജിസ്ട്രേഷൻസ് ഇപ്പോൾ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ ഇതിൽ മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളിതിൽ അറ്റൻഡൻസ് മാർക്ക് ചെയ്യണം. അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ വിട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടൊക്കെ ഡിസേബിൾ ആയിപ്പോവും. അപ്പോൾ അത് നിങ്ങൾ ഡെയിലി ചെയ്യേണ്ട ഒരു ടാസ്ക്കാണ് ടൈം സ്റ്റോപ്പ് നിങ്ങൾ ചെയ്യണമെങ്കിൽ. പിന്നെ നിങ്ങൾ ഇതിൽ KYC കംപ്ലീറ്റ് ചെയ്യണം. KYC കംപ്ലീറ്റ് ചെയ്യേണ്ടത് മാൻഡേറ്ററി ആണ്. ഡിസംബർ 30 വരെയാണ് അതിന് ടൈമുള്ളൂ. ഡിസംബർ 30 ആണെന്ന് തോന്നണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യുക. ഈ ഒരു മാസം തന്നെ അതിൻ്റെ KYC കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ KYC കംപ്ലീറ്റ് ചെയ്യാൻ അതിൻ്റെ ട്യൂട്ടോറിയൽ ഓൾറെഡി ഇട്ടേണ്ട. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. അപ്പോൾ KYC കംപ്ലീറ്റ് ചെയ്യുക. KYC കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സ്റ്റോപ്പിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം കാണാൻ പറ്റും. വാളറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ സ്റ്റോപ്പിംഗ് നമ്മൾ ചെയ്ത് നമ്മുടെ ഈ മൈൻ ചെയ്തെടുത്ത ടൈമിനെ നമ്മൾ ടൈം ആക്കി മാറ്റും. ഓക്കെ, ആ ടൈമിനെ നമുക്ക് CTime ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ CTime എന്ന് പറഞ്ഞ സംഭവം പുതിയതായിട്ട് വന്നതാണ്. അപ്പോൾ ആ മൂന്ന് CTime ചേർന്ന് കഴിഞ്ഞാൽ ഒരു ഫീ ആവും. ഒരു ഫീ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കോയിനാണ്. ഒരു ഫീ ആണ് ആ കോയിൻ. ഓക്കെ, അപ്പോൾ 3 CTime വന്നു കഴിഞ്ഞാൽ ഒരു കോയിനാവും, ഒരു ഫീ ആവും. ഓക്കെ, ഫീ ആണ് അവരുടെ കോയിൻ. ടൈം സ്റ്റോപ്പിൻ്റെ കോയിൻ എന്ന് പറയുന്നതാണ് ഫീ. അപ്പോൾ അതിൻ്റെ മെയിൻനെറ്റ് വന്നു കഴിയുമ്പോൾ അതിൻ്റെ കോയിൻ ഫീ എന്നാണ് പറയണത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ എനിക്ക് CTime എൻ്റെ ഉണ്ടെങ്കിൽ എനിക്ക് അതിനെ GTimeലായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. GTime ഗെയിമിൻ്റെ ടൈം ആയിരിക്കും, ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിരിക്കും. അപ്പോൾ ടൈമിനെ നമ്മൾക്ക് CTimeലായിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ അതിന് ടൈം ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പിംഗ് ചെയ്യണം. ഇവിടെ സ്റ്റോപ്പിംഗ് ചുമ്മാ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് സ്റ്റാർട്ട് സ്റ്റോപ്പിംഗ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് 3 ദിവസം കണ്ട് കൂടുമ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 3 ദിവസം കൂടുമ്പോൾ ചെയ്ത് ഇച്ചിരിയാണ് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കൺവേർട്ട് ചെയ്ത് നമ്മൾ ടൈം ആക്കി മാറ്റും. ആ ടൈമിനെ നമ്മൾ CTime ആക്കി മാറ്റണം. ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. CTime ആക്കണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഒന്നുകൂടി കാണിച്ചു തരാം. ഹോമിൽ പോവാണ്. ഹോമിൽ പോയിട്ട് ഈ വാളറ്റിൻ്റെ ഐക്കണെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ സ്റ്റോപ്പിംഗ് ക്ലിക്ക് ചെയ്യാണ്. സ്റ്റോപ്പിംഗിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ സ്റ്റോപ്പിംഗ് ചെയ്യാൻ പറ്റും. സ്റ്റോപ്പിംഗ് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ട്രാൻസ്ഫോം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടൈമിനെ നമുക്ക് CTime ആക്കാൻ പറ്റും. ഇവിടെ നമ്മൾ CTime ഓക്കെ മാക്സ് കൊടുത്തിട്ട് ഞാൻ ട്രാൻസ്ഫോം അടിക്കുകയാണ്. ട്രാൻസ്ഫോം അടിക്കും. ഇപ്പോൾ 1:1 കിട്ടും. പക്ഷേ ഒരു ടൈം സ്റ്റോപ്പിൻ്റെ ഒരു ടൈം ഫീസായിട്ട് പോകും. അപ്പോൾ നമ്മൾ കൺഫേം അടിക്കുകയാണ്. ഞാൻ ഇവിടെ CTime ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് അടിക്കണം. എനിക്ക് CTime കിട്ടിയുണ്ട് കേട്ടോ. CTime കിട്ടിയുണ്ട്. ഇനി നമുക്ക് മാക്സ് അടിച്ചാൽ ഇത് ആർക്ക് വേണമെങ്കിലും സെൻഡ് ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. CTime നമുക്ക് ആർക്ക് വേണമെങ്കിലും സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ടൈം നമുക്ക് ആർക്ക് വേണമെങ്കിലും സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഏത് ഐഡിക്ക് വേണമെങ്കിലും സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ CTime 3 CTime കൂടുമ്പോഴാണ് ടൈം സ്റ്റോപ്പിൻ്റെ ഒരു കോയിൻ ആവണത്. പിന്നെ നമ്മൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ലാൻഡ് ഉണ്ടല്ലോ, ആ ലാൻഡ് ഇപ്പം അവർ കറൻ്റ്ലി ക്ലോസ് ചെയ്തു. അതായത് L1 ക്ലോസ് ചെയ്തു. ഇനിയിപ്പോൾ L2 ഉണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഓൾറെഡി ബൈ ചെയ്ത് വെച്ചാണ് ലാൻഡിന് പ്രൊപ്പോഷണലായിട്ട് എനിക്ക് ഇപ്പോൾ ഒരു ലാൻഡ് ഉണ്ടെങ്കിൽ എനിക്ക് 0.87 L2 കിട്ടും. L2 എന്ന് വെച്ചാൽ ലാൻഡ് 2 ഉണ്ട്. അപ്പോൾ അത് കിട്ടും. പിന്നെ കുറച്ച് ഫീ കോയിനും കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ പിന്നെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ ടൈം സ്റ്റോപ്പിൻ്റെ ഒരു അപ്ഡേറ്റ്. പിന്നെ നമുക്ക് ഇനി നോക്കാനുള്ളതെന്ന് വെച്ചാൽ മൊജൈക്കിനെ കുറിച്ചാണ്. മൊജൈക്ക് എന്ന് വെച്ചാൽ അതിൻ്റെ ബ്ലോക്ക് ചെയിൻ ആണ്. അപ്പോൾ അതിന് ഓൾറെഡി അവർ മെയിൻ നെറ്റ് വർക്കൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം അടുത്ത ജനുവരി തൊട്ട് മിക്കവാറും അതിൻ്റെ മെയിൻ നെറ്റ് മൈഗ്രേഷനൊക്കെ ഉണ്ടാവും നമ്മുടെ പയ്യിൽ വന്നേക്കൂട്ട്. അപ്പോൾ നമ്മൾ CTime KYC ഡിസംബറിൽ തീരുന്നതിന് മുമ്പ് തന്നെ ചെയ്യുക. പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യുക. എന്നിട്ട് സ്റ്റോപ്പിംഗ് ഒക്കെ ചെയ്ത് ടൈം ആക്കി മാറ്റണമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിന് നമ്മൾ CTime ആക്കി കഴിയുമ്പോൾ ആ CTimeന് പ്രൊപ്പോഷണലായിട്ട് 3 CTimeന് ഒരു ഫീ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞത് നോക്കാണ്ട് ഒന്നുകൂടി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. ഇനി നമുക്ക് മൊജൈക്കിനെ കുറിച്ച് നോക്കാം. അവരുടെ സൈറ്റിൽ കയറിയിട്ട് മൊജൈക്കിനെ കുറിച്ച് നോക്കാം.
ഇനി നമ്മൾ mojaic.com എന്നുള്ളതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മൊജൈക്ക് ബ്ലോക്ക് ചെയിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും. അവർ അവകാശപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ബ്ലോക്ക് ചെയിൻ ആണെന്നാണ്. പിന്നെ ചീപ്പസ്റ്റ് ട്രാൻസാക്ഷൻ ഫീ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമുക്ക് വേണമെങ്കിൽ ICOയിൽ ഇനീഷ്യൽ കോയിൻ ഓഫറിങ്ങിൽ നമുക്ക് വേണമെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നല്ല ഓഫറിൽ നമുക്ക് വരെ കോയിൻ മേടിക്കാൻ പറ്റും. ഫീ എന്നാണ് കോയിൻ്റെ പേര്, ബ്ലഡ് എന്നും പറയും. അപ്പോൾ $1 നമുക്ക് 769.23 ഫീ ഇപ്പോൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. മെറ്റാമാസ്കൊക്കെ വെച്ചിട്ട് വാങ്ങിക്കാം. മെറ്റാമാസ്ക് വെച്ചിട്ട് അതിൽ USDT സ്വാപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ കോയിനായിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ബൈ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും താഴത്തോട്ട് പോകും. അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്ന്. ഹൗ ടു പർച്ചേസ് ഫീ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് മെറ്റാമാസ്ക് വേണം. മെറ്റാമാസ്കിലായിട്ട് നമ്മൾ ടെതർ ടോക്കൺസ്, ടെതർ എന്ന് വെച്ചാൽ USDT നമ്മൾ ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ചിൽ നിന്ന് വാങ്ങിച്ചിട്ട് മെറ്റാമാസ്കിലായിട്ട് അതിൻ്റെ എതീറിയം വാളറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നമ്മൾ ഈ താഴത്തേട്ട് നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു അഡ്രസ്സ് കിട്ടും. ഈ ടൈംസ്റ്റോപ്പുകാരൻ്റെ അഡ്രസ്സാണ്. ആ അഡ്രസ്സിലായിട്ട് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഈ താഴത്തോട്ട് നമ്മൾ പോയി കഴിയുമ്പോൾ നമുക്കൊരു അഡ്രസ്സ് ഉണ്ട്. ആ അഡ്രസ്സിലായിട്ട് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കണം. എത്ര USDT ആണ് സെൻഡ് ചെയ്യണത് അതിന് പ്രൊപ്പോർഷണലായിട്ട് നമുക്ക് ഫീ ടോക്കൺസ് തിരിച്ച് ഇങ്ങോട്ട് കിട്ടും എന്നാണ് അവർ പറയണത്. അപ്പോൾ അത് പൈസ കൊടുത്ത് മേടിക്കാമെന്ന് ഞാൻ പറയാനുള്ള. അപ്പോൾ ഞാനിത് ജസ്റ്റ് കാണിച്ചു തന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ബ്ലോക്ക് ചെയിനാണ്, ടൈംസ്റ്റോപ്പിൻ്റെ ബ്ലോക്ക് ചെയിനാണ് ഈ ഒരു മൊജൈക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് mojaic.com പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഡെഡ് ലൈൻ എന്ന് പറഞ്ഞാൽ 31 തീയതിയാണ് ഡെഡ് ലൈൻ. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യണമെന്ന് തോന്നുന്നു ICOയിൽ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ സ്വന്തം റിസ്കിൽ ചെയ്യേണ്ടതാണ്. ഞാൻ പർച്ചേസ് ചെയ്യാനൊന്നും പറയാനുള്ള, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ താഴത്തോട്ട് വന്ന് കഴിയുമ്പോൾ ടൈംസ്റ്റോപ്പിൻ്റെ പഴയ ഫോട്ടോസൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഫാസ്റ്റസ്റ്റ് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും, റീപ്ലേസബിൾ ഇൻ കേസ് ഓഫ് എനി പ്രോബ്ലംസ് എന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ റോഡ് മാപ്പ് നോക്കുകയാണെങ്കിൽ മൊജൈക്ക് റിലീസായത് October 10 എന്ന് വെച്ചാൽ അവർ ലോഞ്ച് ചെയ്ത്. പിന്നെ ലിസ്റ്റിംഗ് പ്രിപ്പറേഷൻ എന്ന് വെച്ചാൽ Q1 2023 Q1 എന്ന് പറഞ്ഞാൽ Q1 2023 ലിസ്റ്റിംഗ് ഉണ്ടാവും. ലിസ്റ്റിങ്ങിനുള്ള പ്രിപ്പറേഷൻ ആയിരിക്കും. പിന്നെ Q2 2023 ലിസ്റ്റഡ് ഓൺ ദ ടോപ്പ് 50 എക്സ്ചേഞ്ചസ് എന്നൊക്കെ എഴുതി കാണിച്ചിട്ടുണ്ട്. പിന്നെ സിറ്റി വാക്ക് എന്ന് പറഞ്ഞൊരു ഗെയിമർ റിലീസായിട്ടുണ്ട്. ആ ഗെയിം കളിക്കുകയാണെങ്കിൽ നമുക്ക് ലാൻഡ് 2 L2ൻ്റെ കോയിൻ കിട്ടും. ഞാൻ പറഞ്ഞല്ലോ L2 നമുക്ക് കിട്ടും. ലാൻഡ് 2 അതിൽ മെറ്റാവേഴ്സും അങ്ങനെയുള്ള NFTസും എല്ലാം അടങ്ങിയേക്കുന്ന ഒരു ലാൻഡാണത് L2 എന്ന് പറയുന്നത്. L1 ലാൻഡ് ഇപ്പോൾ അവർ കറൻ്റ്ലി പോസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ L1 ലാൻഡ് ഹോൾഡേഴ്സിന് അവർ L2 എയർ ഡ്രോപ്പ് ചെയ്യും വിത്ത് ഫീസ്, കുറച്ച് ഫീ കോയിനും എയർ ഡ്രോപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ അവർ ബ്രാൻഡ് ആൻഡ് സർവീസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഓരോ സംഭവങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്ലഡ് എന്ന് വെച്ചാൽ 2017 ഹ്യൂമൻ സ്പിരിറ്റ് ഇൻ ബ്ലഡ് പ്രോജക്റ്റ് ലോഞ്ച് ചെയ്ത് 2017 എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ വിച്ച് ഡൊണേറ്റഡ് ഹ്യൂമൻ ബ്ലഡ് ആൻഡ് പ്രൊവൈഡഡ് ബ്ലഡ് ആസ് എ റിവാർഡ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡൊണേറ്റ് ചെയ്യുന്നവർക്ക് ബ്ലഡ് എന്ന് പറഞ്ഞാൽ കോയിൻ, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നവർക്ക് ബ്ലഡ് എന്ന് പറഞ്ഞാൽ കോയിൻ റിവാർഡായിട്ട് കൊടുക്കുന്ന ഒരു സംഭവമായിരുന്നു അത്. ബ്ലഡ് പ്രൊജക്റ്റ് ഇൻ ദ ഫാസ്റ്റ് വാസ് ചേഞ്ച് ടു ബ്ലഡ് എനർജി ആയിട്ട് കൺവേർട്ട് ആയി, വിച്ച് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് കറൻറ്റ് മൊജൈക്ക് പ്രൊജക്റ്റ് ആൻഡ് ഹാസ് റീബോൺ ആസ് മൊജൈക്ക് പ്രൊജക്റ്റ് ബേസ്ഡ് ഓൺ ഫീ ട്രാൻസ്ലറേറ്റഡ് ഫ്രം ബ്ലഡ്. അപ്പോൾ ബ്ലഡ് എന്ന് പറഞ്ഞാൽ സംഭവം ആ ഒരു കോയിനെയാണ് അവർ ഫീന്ന് റീനെയിം ചെയ്തിട്ട് വീണ്ടും ഇപ്പോൾ ചെയ്യണത്. അപ്പോൾ ടൈംസ്റ്റോപ്പ് പ്രോജക്റ്റ് എന്ന് വെച്ചാൽ കോമ്പിനേഷൻ ഓഫ് ടൈം പ്ലസ് മൈനിങ് എന്ന് വെച്ചാൽ സ്റ്റോപ്പ്. അപ്പോൾ ടൈം പ്ലസ് മൈനിങ് എന്ന് വെച്ചാൽ അതിനാണ് സ്റ്റോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ടും കൂടി കൂടിയിട്ട് ടൈം സ്റ്റോപ്പ്. ഈസ് എ ടെസ്റ്റ് ദാറ്റ് ക്യാപിറ്റലൈസ് ഹ്യൂമൻ ടൈം ഹാസ് 1.5 മില്യൺ യൂസേഴ്സ് വേൾഡ് വൈഡ്. പ്ലേ സ്റ്റോറിൽ മാത്രമേ ഉള്ളൂ, അത് നിങ്ങൾക്ക് അറിയാമല്ലോ, പ്ലേ സ്റ്റോറിൽ മാത്രമേ ഉള്ളൂ. 3 ലക്ഷം ആൾക്കാർ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ CTime mainnet എന്ന് വെച്ച് കഴിഞ്ഞാൽ, CTime എന്ന് വെച്ചാൽ അത് mainnet എന്ന് വെച്ചാൽ മൊജൈക്ക് എന്നും പറയാം നമുക്ക് വേണമെങ്കിൽ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ CTime ഹാസ് sublimated the Timestope project into blockchain technology, which leads to technological advancement of creating a Mojaik Mainnet with a single initial mainnet എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു ലിങ്ക് കാണിച്ചിട്ടുണ്ട്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയിൻ ഓൾറെഡി ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിന് ട്രാൻസാക്ഷൻസ് കാണാൻ പറ്റുന്ന ഒരു ലിങ്കാണ്. അത് നമുക്ക് പിന്നെ ഓപ്പൺ ചെയ്യാം. പിന്നെ സിറ്റി വാക്ക് എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. സിറ്റി വാക്ക് വാസ് ക്രിയേറ്റഡ് ടു പ്രൊമോട്ട് അവർ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ത്രൂ ഗെയിംസ്. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റെപ്പൻ എന്ന് പറയുന്ന ആ ഗെയിം ഉണ്ടല്ലോ, അതുപോലത്തെ ഗെയിമാണ്.
You can walk, get tokens, train characters through various missions and enjoy battling with people. ഓക്കെ. അപ്പോൾ അത് സിറ്റി വാക്ക് ഡോട്ട് റണ്ണിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. പിന്നെ NFT DNS. അപ്പോൾ ഇൻ 2000 NFT DNS ഈസ് ദ ഇൻഫർമേഷൻ important decentralized domain system in Web3, which reflects the domain name system acquired through domain business. The mainnet is connected to the internet എന്ന് പറഞ്ഞൊരു സംഭവം. ഡൊമൈൻ നെയിം NFT DNS എന്ന് പറഞ്ഞ ഡൊമൈൻ നെയിം സിസ്റ്റം അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ. പിന്നെ സെൽമി ടൈം ഈസ് ഷോർട്ട് ഡിസ്റ്റൻസ് ടൈം ബേസ്ഡ് ഓൺ ട്രേഡിംഗ് പിയർ ടു പിയർ പ്ലാറ്റ്ഫോം. ഇറ്റ് ഹാസ് ഇതൊക്കെ അവരുടെ പ്ലാറ്റ്ഫോംസാണ്, അവർ ഡെവലപ്പ് ചെയ്ത സംഭവങ്ങളാണ്. പിന്നെ ഇവിടെ explorer.timestope.com നമ്മൾ പോവുകയാണെങ്കിൽ നമുക്കതിൻ്റെ ടൈംസ്റ്റോപ്പിൻ്റെ എക്സ്പ്ലോറർ കാണാൻ പറ്റും. ഇതിൽ ഓരോ ട്രാൻസാക്ഷൻസ് കാണാൻ പറ്റും. ഈ ട്രാൻസാക്ഷൻസ് കാണുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി ഈ ബ്ലോക്ക് ചെയിൻ റിലീസായിട്ടുണ്ട്. ഈ മൊജൈക്ക് വാളറ്റ് നമുക്ക് ക്രോമിൽ എക്സ്റ്റൻഷനായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കാവുന്നതാണ്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഫീ വാങ്ങിച്ച് ടോക്കൺ വർക്കൊക്കെ വേണമെങ്കിൽ അതിൽ ട്രാൻസ്ഫറൊക്കെ ചെയ്ത് നോക്കാം. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ടുള്ള കാര്യമാണല്ലോ നോക്കണം. അപ്പോൾ നമുക്ക് ഇപ്പോൾ വാളറ്റ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ശരിക്കും നമ്മൾ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള ആ ടൈമിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് CTime ആക്കുക. CTime കൂടി കഴിയുമ്പോൾ ഒരു ഫീ ആവും. അപ്പോൾ സിറ്റി വാക്ക് ഗെയിം ആപ്പ് സ്റ്റോറിലുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കട്ടെ. അതിൽ നമുക്ക് ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റുവാണെങ്കിൽ, ഫ്രീ ആയിട്ട് നമുക്ക് മൂവ്മെൻറ്റ് നടത്തുമ്പോൾ ഏൺ ചെയ്യുകയാണെങ്കിൽ, അതായത് ടൈം സ്റ്റോപ്പിൻ്റെ കോയിൻ കിട്ടുവാണെങ്കിൽ നമുക്ക് അത് നോക്കാം. അപ്പോൾ ടോ എന്ന് പറഞ്ഞ കോയിൻ കിട്ടും. അതിനെ കൺവേർട്ട് ചെയ്ത് നമുക്ക് വേറെ കോയിനാക്കാൻ പറ്റും. കണ്ടോ, ടോ എന്ന് പറഞ്ഞ കോയിനാണ് ഇതിൽ നമുക്ക് കിട്ടുന്നത്. ഇതിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണാൻ പറ്റും. ഗ്ലൗസ് മേടിക്കാൻ പറ്റും, ഹാറ്റ് മേടിക്കാൻ പറ്റും, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് ഏണിങ് കൂടുതൽ കിട്ടും എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ ഡോണ്ട് അലോ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ടൈം സ്റ്റോപ്പിൻ്റെ ID യും പാസ്വേഡും അടിച്ചു കൊടുക്കണം. ടൈം സ്റ്റോപ്പിൻ്റെ ID യും പാസ്വേഡും അടിച്ചെടുത്തിട്ട് ലോഗിൻ അടിക്കുക. അപ്പോൾ ഞാനത് ചെയ്യാണ്. അപ്പോൾ ടൈം സ്റ്റോപ്പിൻ്റെ ID യും പാസ്വേഡും അടിച്ച് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ മെയിലാണോ ഫീമെയിലാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മെയിൽ സെലക്ട് ചെയ്ത് ചൂസ് അടിച്ചു. എന്നിട്ട് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ടെമ്പററി സസ്പെൻഷൻ ഓഫ് ടോ റിവാർഡ് ഫോർ വാക്കിംഗ് ഒരു അപ്ഡേറ്റ് തന്നെയാണ്. അപ്പോൾ ടെമ്പററി ആയിട്ട് ഇപ്പോൾ അതിൻ്റെ സസ്പെൻഷനാണ്. ഇപ്പോൾ ഏണിങ്സ് കിട്ടില്ല എന്ന് തോന്നുന്നു. എന്തോ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്തോ ഏണിങ്സ് കിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിത് ജസ്റ്റ് കാണിച്ചു തരാം എന്താണെന്നുള്ളത്. യു വിൽ ഗെറ്റ് 1 TO ഫോർ എവരി 500 സ്റ്റെപ്സ് യു റൺ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈച്ച് സ്റ്റെപ്പ് വിൽ ഇൻക്രീസ് ദ നമ്പർ ഓഫ് സ്റ്റെപ്പ് ടു 1 എന്ന് കാണിച്ചിട്ടുണ്ട്. ഓരോ സ്റ്റെപ്പ് നമ്മൾ നോക്കുമ്പോഴും ഓരോന്നായിട്ട് ഇൻക്രീസ് ആവും. 57 ഒരു സ്റ്റെപ്പ് വെച്ച് കഴിയുമ്പോൾ 58 ആവും, 59 ആവും, അങ്ങനെയാണ് കാണിച്ചത്. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ വെൻ യു റീച്ച് 500 സ്റ്റെപ്പ് ഏൺ 1 ടൈം സ്റ്റോപ്പിൻ്റെ കോയിൻ കിട്ടും. ആ കോയിൻ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്തിട്ട് വേറെ സംഭവം ആക്കാൻ പറ്റും. ഇപ്പോൾ ഇഫ് യു വാച്ച് ദ ആഡ് കംപ്ലീറ്റ്ലി യു വിൽ ഗെറ്റ് 1 TO. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ടോ ഈസ് യൂസ്ഡ് ടു അപ്ഗ്രേഡ് ആൻഡ് റിപ്പയർ ഐറ്റംസ് കാണിച്ചിട്ടുണ്ട്. To get additional spins, to get an item from the beauty box, to repair a damaged item. ഇതൊക്കെ ചെയ്യാൻ പറ്റും ടോ എന്ന് പറഞ്ഞാൽ ആ ഒരു കോയിൻ വെച്ചിട്ട്. ഇഫ് യു വാക്ക് 1 million steps യു ഗെറ്റ് യുവർ ലാൻഡ്. നമ്മൾ 1 million സ്റ്റെപ്പ് നടക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലാൻഡ് കിട്ടും. ലാൻഡ്സ് ആർ റെയർ വിത്ത് ഓൺലി 1 million ഇൻ ദ ഗെയിം. അപ്പോൾ ലാൻഡ് റെയറാണ്. ലാൻഡ് എന്ന് വെച്ചാൽ L2 എന്ന് പറഞ്ഞ സംഭവമല്ലേ, ആ L2 കിട്ടണമായിട്ടാണ് പറഞ്ഞത്. 1 million സ്റ്റെപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് L2 എന്ന് പറഞ്ഞാൽ ഒരു ലാൻഡ് കിട്ടും, വെർച്വൽ ലാൻഡ്. അവിടെ മെറ്റവേഴ്സ്, NFT അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു സംഭവമായിരിക്കും. അപ്പോൾ യു ബിക്കം ദ ഓണർ ഓഫ് ദ ലാൻഡ്. ആ ലാൻഡിൻ്റെ ഓണറായിരിക്കും. ആ ലാൻഡിൽ എന്തെങ്കിലുമൊക്കെ ഇവൻ്റൊക്കെ നടക്കുകയാണെങ്കിൽ ഭാവിയിലത്തെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ലാൻഡ് ഓണർക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവും, അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് നമ്മൾ നോട്ട് വിസിബിൾ നെക്സ്റ്റ് ടൈം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത തവണ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു ട്യൂട്ടോറിയൽ കാണിക്കില്ല. അപ്പോൾ ഞാനത് നോട്ട് വിസിബിൾ നെക്സ്റ്റ് ടൈം കൊടുത്തിട്ട് ക്ലോസ് ചെയ്യാണ്. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഞാൻ 11 കിടക്കുന്നത്. അപ്പോൾ നമ്മൾ നടക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റേതായ ബെനിഫിറ്റ് കിട്ടും. ഇപ്പോൾ എനിക്ക് ഓൾറെഡി 5 ലാൻഡ് ഉണ്ട്. അത് ഞാൻ പണ്ട് മേടിച്ചിട്ട ലാൻഡാണ്. ഞാൻ നിങ്ങൾക്ക് ലാൻഡിൻ്റെ ട്യൂട്ടോറിയൽ കാണിച്ചപ്പോൾ അതിൽ മേടിച്ചിട്ട ലാൻഡാണ് ആ 5 ലാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ L1 ആണ്. അപ്പോൾ അത് കൺവേർട്ടായിട്ട് L2 ആവും. ഇതിലിപ്പോൾ നമുക്ക് നടന്നിട്ട് 1 million സ്റ്റെപ്സ് നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമുക്ക് L2 ലാൻഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ്. ഇവിടെ രണ്ടാമത്തെ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇൻവെൻട്രി ആണ്. മൂന്നാമത്തെ ഓപ്ഷനിൽ പോവുകയാണെങ്കിൽ നമുക്ക് സ്പിന്നിങ് ആണ്. ഞാനിവിടെ സ്പിന്ന് ചുമ്മാ അടിച്ചു. 30 ഫ്രീ ആയിട്ട് കിട്ടും. 30 സ്പിന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സാധനങ്ങൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്നതാണ്. അത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്, നോക്കാവുന്നതാണ്. കൂടുതൽ സംഭവങ്ങൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാവുന്നതാണ്. ഈ ഗെയിം കളിച്ച സമയങ്ങളുള്ള. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇപ്പോൾ നടന്ന് ഈ ഏണിങ് കിട്ടില്ല എന്ന് പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണോന്ന് അറിയില്ല, ഇപ്പോൾ ഡിറ്റക്റ്റ് ആവണില്ല. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഇങ്ങനൊരു ഗെയിം ഉണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ടൈംസ്റ്റോപ്പിൻ്റെ മെയിനായിട്ടുള്ള അപ്ഡേറ്റ്. അപ്പോൾ മെയിനായിട്ട് KYC കംപ്ലീറ്റ് ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് KYC കംപ്ലീറ്റ് ചെയ്യുക. KYC കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ സ്റ്റോപ്പിങ് ചെയ്യുക. സ്റ്റോപ്പിങ് ചെയ്തിട്ട് S-Time ആക്കുക. S-Time ആക്കിയിട്ട് അതിനെ C-Time ആക്കി കൺവേർട്ട് ചെയ്ത് വെച്ചേക്കുക. ഇത്രയൊക്കെ ചെയ്യാം. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗെയിം ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചേക്കാം. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് മൊജൈക്കിൻ്റെ ആ ഒരു പ്രീ സെയിലിൽ നിങ്ങൾക്ക് ICOയിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് അപ്ഡേറ്റ് എന്ന് വെച്ചാൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ പുതിയ വീഡിയോസ് വരുമ്പോൾ അപ്പോൾ തന്നെ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.